കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം. IAS ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊരുക്കുന്നതാണെന്ന് ജില്ലാ ഗവൺമെന്റ് ലീഡർ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടി. VV വിനോദാണ് വിവരങ്ങൾ നൽകുന്നത്. വിനോദ, ഈ വിഷയത്തിൽ കേസിലേക്ക് നീങ്ങുന്നു, കേസെടുക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അശ്വതി, നേരത്തെ ഗോപാലകൃഷ്ണന്റെ വിശദീകരണം അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. തന്റെ ഫോൺ മറ്റാരോ ഹാക്ക് ചെയ്തുവെന്നും അങ്ങനെയാണ് ഹിന്ദു ഉദ്യോഗസ്ഥരുടെയും പിന്നീട് മുസ്ലിം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചതെന്നുമായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിശദീകരണം. എന്നാൽ ഇത് ഗൂഗിളിന്റെയും അതോടൊപ്പം തന്നെ മെറ്റയുടെയും കേരള പോലീസിന്റെ ഫോറൻസിക് വിഭാഗം ഇവരുടെയും ഒക്കെയും പരിശോധനയിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഉചിതമായ നടപടി എന്നതിനപ്പുറത്തേക്ക് ഗോപാലകൃഷ്ണന്റെ ചെയ്തി അത് തെറ്റ് എന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പോവുകയും സർക്കാരിനോട് നടപടി ശുപാർശ ചെയ്യുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കേസ് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന്. കാരണം ഈ ഉന്നത ഉദ്യോഗസ്ഥർ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ മതപരമായ വേർതിരിവുണ്ടാക്കി അവരുടെ ഐക്യവും അവരുടെ ഒരു യൂണിറ്റിയും തകർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്കാണ് ഈ ഉദ്യോഗസ്ഥന്റെ ചെയ്തി ചെന്നെത്തിയത് എന്നത് വിലയിരുത്തപ്പെട്ടിരുന്നു. അത് ഗുരുതരമായ തെറ്റായും മാത്രമല്ല ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ കാര്യങ്ങൾ സർക്കാർ വിശദീകരിച്ചത്. പിന്നീട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുക എന്ന നിലയും ഉണ്ടായി. ഇപ്പോൾ ഗവൺമെന്റ് ജില്ലാ ലീഡറുടെ ഒരു നിയമോപദേശമാണ് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം കൂടി തേടിയേക്കുമെന്ന സൂചനയുണ്ട്. അല്ലെങ്കിൽ ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അശ്വതി. ശരി വിനോദ്.